ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക്, മാൻ ഓഫ് മാസസ്, ജൂനിയർ NTRൻ്റെ ദേവര, റൈറ്റർ ഡയറക്ടർ കൊരട്ടാല ശിവ. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്ന മറ്റാരുമല്ല, ഗോട്ടണി അഥവാ അനിരുദ്ധ്. ശ്രീകർ പ്രസാദ് എഡിറ്റർ, സാബു സിറിൽ പ്രൊഡക്ഷൻ ഡിസൈനർ, അതുപോലെ തന്നെ രത്നവേലു ആണ് ഇതിൻ്റെ DOP ചെയ്തിരിക്കുന്നത്. 1996 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുന്ന ആ സമയത്തുള്ള മുംബൈ ഒക്കെ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. വാൻ ബിൽഡപ്പ്. അജയ് ഉണ്ട്. അജയ് മറ്റേ ഈ കൊരട്ടാല ശിവയുടെ തന്നെ ജനതാ ഗരാജിൽ ഉണ്ണി മുകുന്ദൻ അടിച്ചു കൊല്ലുന്ന നടനില്ല, നല്ല ഹൈറ്റൊക്കെ ഉള്ള പുള്ളിയാണ്, ഒരു പോലീസ് ഓഫീസറായിട്ട്. പുള്ളിയും കുറേ ടീമും കുറച്ച് എൻകൗണ്ടർ പരിപാടിയൊക്കെ ആയിട്ട് വാൻ ബിൽഡപ്പ്, വാൻ കാസ്റ്റാണ്. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ വന്ന് പിന്നെ ചെങ്കടൽ എന്ന് പറയുന്ന ഒരു വേൾഡിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ചെങ്കടൽ, അവിടെ നമ്മുടെ ചെങ്കടൽ ബൈറ, സെയ്ഫ് അലി ഖാൻ ചെയ്ത കഥാപാത്രം. സെയ്ഫ് അലി ഖാൻ പടം അത്ര സേഫ് അല്ലെങ്കിലും സെയ്ഫ് അലി ഖാൻ സേഫാണ്. കാരണം പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ഒരു കറക്റ്റ് ഒരു കടൽ മനിതൻ. പുള്ളി ആ ഒരു ഔട്ട്ഫിറ്റിൽ, ഡ്രസ് കോഡിൽ പുള്ളി നല്ല ലുക്കുണ്ട് കാണാൻ. പിന്നെ പുള്ളിയുടെ റഫ് ഫേസ്, ഡെവലിഷ് ആയിട്ടുള്ള പരിപാടിയൊക്കെ. പക്ഷേ സെയ്ഫ് അലി ഖാൻ്റെ ഈ അജയും ടീം വന്നിട്ടുള്ള ആ ഒരു ഫൈറ്റ് ഒരുമാതിരി ചവിട്ട് നാടകമായിപ്പോയി. അങ്ങനെ പോകുന്നു സിനിമ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആസ്ഥാന സ്റ്റോറി ടെല്ലറുടെ വരവാണ് പ്രകാശ് രാജ്. രക്തം കൊണ്ടെഴുതിയ കഥ ബറ്റി തരാവില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇതിനകത്ത്. പുള്ളി അങ്ങ് ഇരുന്നും നിന്നും നടന്നുമൊക്കെ കടപ്പുറത്തുനിന്ന് അങ്ങ് കഥ പറയുകയാണ്. മാൻ ഓഫ് മാസസ് ജൂനിയർ NTRൻ്റെ ഇൻട്രോ ആണ്. നമ്മുടെ ദളപതി, പഴയ ഇള ദളപതി വിജയുടെ സുറ പടം കണ്ടവർക്കറിയാം. അതിൽ കടലിൽ നിന്ന് സുറ പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്, വെള്ളത്തിൽ നിന്ന് പറക്കണത് വിജയണ്ണ. സെയിം പരിപാടി ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് ജൂനിയർ NTRൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത്. ജൂനിയർ NTR ആസ് യൂഷ്വൽ, പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ്, പുള്ളി ഭയങ്കര ഒത്തിരി ഹൈറ്റ് അത്ര ഇല്ലെങ്കിലും, നമ്മുടെ പ്രഭാസിൻ്റെ അത്രയും ഹൈറ്റ് ഇല്ലെങ്കിലും പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ്, ആ ഷോട്ടാണെങ്കിൽ പുള്ളി ഒരു ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ സ്റ്റെപ്പിലുമൊക്കെ അത് കാണാൻ പറ്റും. അങ്ങനെ പ്രകാശ് രാജ് ഇങ്ങനെ കഥ പറയുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു മല്ലയുദ്ധം പരിപാടി. ചില പരിപാടികളൊക്കെ കൊള്ളാം, പക്ഷേ എനിക്ക് ഈ സിനിമയിൽ ലാക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല. സ്ക്രീൻ പ്ലേ വളരെ വീക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലാറ്റ്, പ്ലെയിൻ. ഈ ക്യാരക്ടർ ബിൽഡപ്പും പരിപാടി, എസ്പെഷ്യലി ജൂനിയർ NTRൻ്റെ സെയ്ഫിൻ്റെ ഒന്നും ക്യാരക്ടേഴ്സിനൊന്നും യാതൊരു ഇലിവേഷൻ ഇല്ല. ഇങ്ങനെ കുറേ സീൻസ് നന്നായിട്ട് ഇദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് അങ്ങനെ ഫാൻറ്റം ഫ്ലക്സ് പരിപാടിയൊന്നും ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റും. ഫൈറ്റൊക്കെ സ്ലോ മോഷൻ ഉണ്ട്, പക്ഷേ ഫൈറ്റൊക്കെ കാണാൻ പറ്റും. അതൊക്കെ വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ തന്നെ ഒരു കപ്പലിനകത്ത്, കടലാണ് ഫുള്ള് പരിപാടി, അപ്പോൾ കപ്പലിനകത്ത് കയറിയിട്ടുള്ള ചില ഈ കടത്ത് പരിപാടിയൊക്കെ കാണിക്കണം. അതൊക്കെ ചുമ്മാ അങ്ങനെ കുറേ സമയം ക്ലീശയായിട്ടുള്ള കുറേ സാധനങ്ങൾ കാണിക്കുക. ഈ ജൂനിയർ NTRന് ഒരു മീനിൻ്റെ തല പോലെ, തലയെല്ലാം മീനിനെ വളച്ച് വെച്ച പോലെ കത്തിയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കുക. ഇത് ഒടിയൻ സിനിമയിൽ നല്ലടം പറഞ്ഞിട്ടുണ്ട്, മുത്തച്ഛ ഇന്നലെ ഒരു അടി നടന്നു, എന്നിട്ട് അടി കാണിക്കുക. ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല. അടി എന്തിന് നടന്നു, ഒരു അടി കാണിക്കണോ, അടി കാണിച്ചു. അതുപോലെ ഇതിൽ കുറേ സീൻസ് ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു ഭാഗമായിട്ട് കാണിക്കണം. ഇതൊരു മാസ് സിനിമയാണ്, ജൂനിയർ NTRൻ്റെ സിനിമയാണ്. അപ്പോൾ അങ്ങനെ കാണിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് ഇതിങ്ങനെ ഒരു ഗ്രാഫ് ഉയർന്നു വന്ന് സിനിമയുടെ ഒപ്പം സഞ്ചരിച്ച് ഒരു ഇമോഷണലി കണക്റ്റഡായി ബൂസ് ബംസ് ഉണ്ടാകുന്ന ഒരു സീന് പോലും ഇതിനകത്തില്ല. ഇങ്ങനെ കുറേ ഫൈറ്റ് പരിപാടി. പിന്നെ ഇതിനുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരു കോൺഫ്ലിക്റ്റാണ്. നായകനുണ്ടാവുന്ന കോൺഫ്ലിക്റ്റും അതിനെ തുടർന്നുണ്ടാവുന്ന കഥാപാത്രങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും അതും കാണിക്കുന്ന സമയത്തും വളരെ ആക്കായിക്കായിട്ടുള്ള, വളരെ ക്ലീഷേഡായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് എത്രയോ സിനിമകൾ കണ്ടുള്ളതാണ്. പിന്നെ ഈ അനിയുടെ കാര്യം പറയുകയാണെങ്കിൽ, അനിരുദ്ധിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എത്ര കാലം ഈ 4-3-7 സ്കോർ വെച്ച് മുന്നോട്ട് പോകും. വിക്രത്തിനെ കാണിക്കാൻ തൊട്ടുമുള്ള ബിൽഡപ്പ് സ്കോർ ഉണ്ടല്ലോ, ആ കല്യാണ വീട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതിലെ സ്കോർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ബീസ്റ്റിൽ വരുന്നുണ്ട്. പിന്നെ പാട്ടറിയാലോ, തിരിച്ചും മറിച്ചും തിരിച്ചാണ് ഫുള്ള് പാട്ട്, ദേവരസം ഉൾപ്പെടെ. മനസ്സില്ല അത് ഇത് തന്നെ. അപ്പോൾ എല്ലാ പാട്ടിലും ഇത് പരിപാടി. ഇത് വെച്ചിട്ട് പുള്ളി സിനിമ കാണുന്ന സമയത്ത് അങ്ങനെ ഓർത്തെങ്കിൽ കൂടെ ഇത് റിപ്പീറ്റഡ്ലി എല്ലാ സിനിമയിലും പുള്ളി സെയിം സ്കോറിനെ ചെയ്ത് വെക്കുന്നത്. ഇതിലെനിക്ക് തീരെ ഇമ്പ്രസീവായി തോന്നിയില്ല. കേട്ടുമടുത്ത അനിരുദ്ധ് പരിപാടി അത് നിരന്തരം ഇങ്ങനെ വന്നു പോവുകയാണ്. പിന്നെ അതിനിടയ്ക്ക് പൈറേറ്റ്സ് ഓഫ് ദ കരീബിയനിലെ സ്കോറൊക്കെ അടിച്ച് മാറ്റിയിട്ടിട്ടുണ്ട്.
സ്വന്തം തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പോരായിട്ട് വേറെ ആൾക്കാരെ അടിച്ച് മാറ്റിയിടുന്നു. അതെ, പിന്നെ ഇതിൽ ദേവര സോങ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്ത്, അതായത് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞ് ജൂനിയർ NTRൻ്റെ ഒരു സ്ലോ മോഷൻ പരിപാടിയൊക്കെ വരുന്ന സമയത്ത്, ആ സമയത്ത് അത് സ്കോർ യൂസ് ചെയ്തത് കറക്റ്റ് പ്ലേസ്മെൻ്റ് ആയിരുന്നു. ബാക്കിയല്ലാത്ത സമയത്തൊക്കെ ഇതിങ്ങനെ അടിച്ച് പോവാണ്. കുറച്ച് മലയാളീസ് ഈ പടത്തിനകത്തുണ്ട്. നരേനുണ്ട്, സുദേവുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടത് നമ്മളെ ഷൈൻ ടോം ചാക്കോ. പുള്ളി തുടക്കത്തിൽ കപ്പലിൻ്റെ മുകളിൽ ഈ കണ്ടെയ്നറിൻ്റെ മുകളിൽ കയറിയിട്ടേ ഒരു ബീഡി വലിക്കണ സീനുണ്ട്. എന്തുവാ പുള്ളി കാണിക്കുന്നത്? പിന്നെ പുള്ളി കുറേ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്. ആക്ഷൻസ് എക്സ്പ്രഷൻസ് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് തോന്നിക്കാണ് ഈ തെലുങ്കിലായതുകൊണ്ട് കുറച്ച് ഓവറാവണമെന്ന്, മനസ്സിലായില്ലേ? അതുകൊണ്ട് പുള്ളി എക്സ്പ്രഷൻ ഇട്ടിട്ട് ചീറ്റിപ്പിക്കുന്നുണ്ടായിരുന്നു. പുള്ളിയെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. നല്ല കോമഡി പീസാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് പുള്ളിയുടെ കഥാപാത്രം. ഇൻ്റർവെൽ ഫൈറ്റ് ഇതുപോലെ തന്നെ കുറച്ച് അധിക സമയമുള്ള ഒരു സീക്വൻസാണ്. അതിനകത്ത് കിഡുമായിട്ട് ഫൈറ്റ് സീക്വൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. ബട്ട് അഗെയിൻ നോ ഇമോഷണൽ കണക്ഷൻ. ഇങ്ങനെ ഗംഭീര സ്ലോ മോഷൻസും നിങ്ങളെ ട്രെയിലർ കണ്ടിട്ടുണ്ടാവില്ല, ഈ ചന്ദ്രക്കലയുടെ പകുതി ബ്ലഡ് വന്നിട്ട് ഇങ്ങനെ അതൊരു പൂർണ്ണ വൃത്തമായി മാറുന്നതൊക്കെ ആ പരിപാടിയൊക്കെ. സാബു സീലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില സീൻസിൽ ഭയങ്കരമായിട്ടുള്ള, എസ്പെഷ്യലി ഈ സിനിമാറ്റോഗ്രാഫി, രത്നവേലുവിൻ്റെ സിനിമാറ്റോഗ്രാഫി കൂടെ വരുന്ന സമയത്ത് ഒരു ഡാർക്ക് ആ ഒരു ടോണിനകത്ത് നൈറ്റ് സീൻസൊക്കെ രസമുണ്ട്. പക്ഷേ പല സമയത്തും ഇത് കാണുമ്പോൾ ഒരു പെട്ടിക്കട സെറ്റപ്പായിട്ടും തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചെങ്കടൽ ആ വേൾഡിനകത്തുള്ള പല വീടുകളൊക്കെ പക്ക പെട്ടിക്കട സെറ്റപ്പ്. പിന്നെ കുറേ ഈ ആർട്ട് സാധനങ്ങൾ, ഈ മീനിൻ്റെ തല, വലിയ മരങ്ങൾ, ഇതൊക്കെ ശരിക്കും നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ പെട്ടിക്കട സെറ്റപ്പാണെന്ന്. പിന്നെ ഗ്രാഫിക്സ്, ഈ കടലിൻ്റെ സീനൊക്കെ ഈ വെള്ളം ഈ ചെയ്തെടുക്കാൻ വലിയ പാടാണെന്ന് എല്ലാവരും പറയുന്നതാണ്. പണ്ട് പ്രിയദർശൻ ക്യാമറ കടൽ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയില്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളം കാണിക്കുന്ന സമയത്ത് കപ്പലും കടൽ സീൻസിലൊക്കെ ഗ്രാഫിക്സ്, പിന്നെ ഒരുമാതിരി റോബോട്ടിക് പോലെ ആളുകൾ സഞ്ചരിക്കുന്നു, ചാടുന്നൊക്കെ, അതിന് കയറ് കെട്ടി ചാടുന്നതാണ്. എന്തായി കഴിഞ്ഞാലും മൂവ്മെൻറ്റ്സൊക്കെ ഭയങ്കര അൺനാച്ചുറലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു ഒഴുക്കില്ല, ഇങ്ങനെ കാർട്ടൂണിലൊക്കെ ചാടി പോകും പോലെയാണ്. അങ്ങനെ ടെക്നിക്കലി ആ ഏരിയ ഭയങ്കര പോറാണ്. അതാണ് ഒരു മൊത്തത്തിലുള്ള പരിപാടി പടത്തിനകത്ത്. പിന്നെ ഇടവേളയ്ക്ക് ശേഷം അവൻ്റെ വരവാണ്. അവൻ്റെ വരവും അവളുടെ വരവും. അവനതില്ല എന്ന് പറയുന്നുണ്ട്. എന്തില്ല എന്ന് നായിക പറയുക, ജാൻവി കപൂർ, വേസ്റ്റ് കഥാപാത്രം. എന്ത് പറയാണ്? അവനതില്ല, എന്തില്ല, അവനിക്ക് പനി, അവനതില്ല, നിങ്ങളുടെ ബേസിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് വെറുപ്പിക്കുകയാണ്. കറക്റ്റ് വിനു മോഹൻ. സെക്കൻഡ് ഈ രണ്ടാമത്തെ ഭാഗത്തിൽ വരുന്ന ജൂനിയർ NTRൻ്റെ കോസ്റ്റ്യൂംസും പരിപാടിയും കാണുമ്പോൾ എനിക്ക് വിനു മോഹൻ സെറ്റപ്പാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും കോമഡി പേരാണ്. മേ ബി നമ്മുടെ ഭാഷയിൽ കേൾക്കുമ്പോൾ നമുക്ക് കോമഡി തോന്നാം. പിന്നെ ഈ ദേവര ഒരു മാത്തമാറ്റിക്കൽ എൻതൂസിയാസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. ഒന്നാമത് പുള്ളി ആൾക്കാരെ പുറത്ത് ഈ സാധനം വെച്ചിട്ട്, പുള്ളിയുടെ ആയുധം വെച്ചിട്ട് ഇങ്ങനെ ഗുണനപ്പട്ടിക അങ്ങനെ എഴുതും, ഇൻറ്റു എന്ന് എഴുതും മാർക്ക് ചെയ്യും ഇങ്ങനെ എക്സ് പോലെ. പിന്നെ പോരായിട്ട് പുള്ളിയുടെ മോൻ്റെ പേര് പുള്ളി ഇട്ടിരിക്കുന്നത് വരാ. അപ്പോൾ ദേവര വര. ഇങ്ങനെ പോകുന്നു സിനിമ. 3 മണിക്കൂറുകളുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ പ്രത്യേകിച്ച് വൻ മടുപ്പിക്കലായിരുന്നു. ഈ പറഞ്ഞ ഈ വരയുടെ വരയോടുകൂടി സിനിമയുടെ തലവര തന്നെ മാറിപ്പോയി. അതുപോലത്തെ പരിപാടി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നായികയായിട്ടുള്ള സീൻസും ഈ മുണ്ണക്കളിയും, പിന്നെ കുറേ റെവലേഷൻസും ട്വിസ്റ്റും പ്രത്യക്ഷപ്പെടലും അപ്രത്യക്ഷമാലൊക്കെ ഉണ്ട്. ലാസ്റ്റ് ബാഹുബലി കണ്ട പോലത്തെ എന്തൊക്കെ പരിപാടിയൊക്കെ കാണിച്ചിട്ട് സിനിമ എങ്ങനെ സെക്കൻഡ് പാർട്ട് നിർത്തുവാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ജൂനിയർ NTRൻ്റെ ഡാൻസ് ആസ് ഓൾവേസ് പവർഫുൾ ഡാൻസ്, എനർജറ്റിക്. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രോ സോങ് പോലെയുള്ള ഡാൻസ് ഉണ്ട്. പൊട്ടിമാറ്റിയ ഡാൻസ് ആയിരുന്നു. അനിയുടെ മ്യൂസിക്കും ആ സോങ് കൊള്ളായിരുന്നു. എസ് എ ഹോൾ പറഞ്ഞു വരുമ്പോൾ കുറേ നല്ല ഫൈറ്റ് സീക്വൻസും പരിപാടിയൊക്കെ ഉള്ള, ജൂനിയർ NTRൻ്റെയും സെയ്ഫിൻ്റെയൊക്കെ നല്ല പെർഫോമൻസ് ഉള്ള, പക്ഷേ ഒരു വസ്തുവിന് കൊള്ളാത്ത തിരക്കഥ, കണ്ടുമടുത്ത കഥ പരിസരം, ഇങ്ങനെ വലിപ്പിച്ച് ഒരുമാതിരി വെറുപ്പിച്ച സിനിമയായിട്ടാണ് എനിക്ക് ദേവര ഫീൽ ചെയ്തിട്ടുള്ളത്. കടവണൻ ദേവര.